നമസ്കാരം സുഹൃത്തുക്കളെ, നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ബീഫ് റോസ്റ്റ് ആണ്. നല്ല അടിപൊളി നല്ല ടേസ്റ്റിൽ കഴിക്കാൻ പറ്റുന്ന ബീഫ് റോസ്റ്റ്. ചോറിന്റെ കൂടിയും പൊറോട്ടന്റെ കൂടിയും ചപ്പാത്തിന്റെ കൂടെ കഴിക്കാൻ പറ്റുന്ന നല്ല അടിപൊളി ബീഫ് റോസ്റ്റ് ആണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പൊ നമ്മൾ ബീഫ് റോസ്റ്റ് ഉണ്ടാക്കാനായിട്ട് നമ്മൾ 1 കിലോ ബീഫാണ് എടുത്തിട്ടുള്ളത്. 1 കിലോ ബീഫ് ഞാൻ കഴുകി വൃത്തിയാക്കി കുക്കറിൽ ഇട്ടിട്ടുണ്ട്. അതിലേക്ക് ഞാൻ 1 ഇഞ്ച് നീളമുള്ള ഇഞ്ചി ചോപ്പ് ചെയ്ത് ഇട്ടിട്ടുണ്ട്. അതിലേക്ക് ഞാനൊരു 10 അല്ലി വെളുത്തുള്ളി ഇതുപോലെ ചോപ്പ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ 1 സ്പൂണ് മഞ്ഞൾപ്പൊടി, 1.5 സ്പൂൺ മുളക് പൊടി, 1 സ്പൂൺ മല്ലിപ്പൊടി, 1 സ്പൂൺ കുരുമുളക് പൊടി, 1 സ്പൂൺ ഗരം മസാല പൊടി, അതിലേക്ക് 1 സ്പൂൺ ഉപ്പ് കൂടി ചേർക്കുന്നുണ്ട്. ഇതിലേക്ക് 2 സ്പൂൺ വെളിച്ചെണ്ണയും കൂടി ചേർക്കുക. എന്നിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്യുക. അപ്പോൾ നമ്മുടെ ബീഫ് നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു അരമണിക്കൂർ ഇത് ഇങ്ങനെ തന്നെ വെക്കാം, മസാല എല്ലാം പിടിക്കാനായിട്ട്. അപ്പോൾ നമ്മൾ അരമണിക്കൂർ എടുത്തു വെച്ച ബീഫ് നമ്മൾ എടുത്തിട്ട് കുക്കർ അടച്ച് വേവിക്കാൻ വെച്ചിട്ടുണ്ട്. അതൊരു 5 വിസിലടിക്കുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. 5 വിസിലടിച്ചാലാണ് ആ ബീഫ് ശരിക്കും വെന്ത് കിട്ടുള്ളൂ. അപ്പോൾ 5 വിസിലടിപ്പിക്കുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ബീഫ് 5 വിസിൽ അടിച്ചിട്ടുണ്ട്, അത് എല്ലാം വെന്ത് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കുക്കർ ഓപ്പൺ ചെയ്ത് നോക്കാം. ബീഫ് നല്ലതുപോലെ വെന്തിട്ടുണ്ട്, ഇതേപോലെ ഇരിക്കും. എന്നിട്ട് നമുക്ക് ഇനി ഒരു പാൻ വെക്കാം. അപ്പോൾ നമ്മൾ ബീഫ് റോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളൊരു പാൻ വെച്ചിട്ടുണ്ട്. പാൻ ചൂടായി കഴിഞ്ഞാൽ അതിലേക്ക് നമ്മളൊരു 3 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം. എണ്ണ ചൂടായിട്ടുണ്ട്. ആ ചൂടായ എണ്ണയിലേക്ക് നമ്മളൊരു 1 ഇഞ്ച് നീളമുള്ള ഇഞ്ചി ചോപ്പ് ചെയ്തത് ഇടുക. അതുപോലെ തന്നെ ഒരു 10 വെളുത്തുള്ളി ചതച്ചത് ഇടുക. ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്ന് നല്ലതുപോലെ ഇളക്കി കൊടുക്കുക. അപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി നല്ലതുപോലെ വഴറ്റി കിട്ടിയിട്ടുണ്ട്. അതിലേക്ക് നമ്മളൊരു 3 വലിയ ഉള്ളി സവോള 3 എണ്ണം സ്ലൈസ് ആയിട്ട് എരിഞ്ഞിട്ടുള്ളത് ഇടുക. ചോപ്പ് ചെയ്താലും മതി. ഇതുപോലെ ഞാൻ ചോപ്പ് ചെയ്തിട്ടാണ് എടുത്തിട്ടുള്ളത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്ലൈസ് ചെയ്തിട്ടായാലും എടുക്കാം. നൈസായിട്ട് സ്ലൈസ് ചെയ്യണമെന്ന് മാത്രം. ഈ സവോള ശരിക്ക് നല്ലതുപോലെ ബ്രൗൺ നിറമായിട്ട് വരുന്നത് വരെ ഇതുപോലെ ഇളക്കി കൊടുക്കുക. നല്ലതുപോലെ ബ്രൗൺ നിറമായിട്ട് കിട്ടണം. ഓക്കെ, ആ രീതിയിൽ ശരിക്കും ഇളക്കി കൊടുക്കുക. അപ്പോൾ സവോള ശരിക്ക് ഒരു ലൈറ്റ് ബ്രൗൺ ഷെയ്ഡായിട്ട് വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്കിനി ഒരു 2 ചെറിയ തക്കാളി, ടൊമാറ്റോ 2 ചെറുത് എടുത്തിട്ട് ചോപ്പ് ചെയ്തിട്ടിടാം. അതിലേക്ക് നമ്മളൊരു 3 പച്ചമുളക് നീളത്തിൽ പൊളിച്ചത്, ഒരു 2 കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് നല്ലതുപോലെ ഇളക്കാം. അപ്പോൾ നമ്മുടെ തക്കാളി സാധനങ്ങളൊക്കെ ശരിക്ക് ഉടഞ്ഞ് വെന്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഒരു 1/2 സ്പൂണ് കാശ്മീരി മുളക് പൊടി, ഒരു 1/2 സ്പൂണ് മഞ്ഞൾപ്പൊടി, 1 സ്പൂണ് ഗരം മസാല പൊടി, 1 സ്പൂൺ മല്ലിപ്പൊടി. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു 1.5 സ്പൂണ് കുരുമുളക് പൊടി, നന്നായി ക്രഷ്ഡ് കുരുമുളകാണ് കുറച്ചുകൂടി നല്ലത്. 1.5 സ്പൂൺ ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് ഇനി 1 സ്പൂണ് ഉപ്പ് കൂടി ചേർക്കാം. എന്നിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്ത് ഇളക്കി കൊടുക്കുക. നല്ലതുപോലെ മസാല പിടിക്കുന്നത് വരെ നല്ലതുപോലെ മിക്സ് ചെയ്ത് ഇളക്കി കൊടുക്കുക. മസാല നല്ലതുപോലെ പിടിക്കണം, ആ രീതിയിൽ അടി പിടിക്കാത്ത രീതിയിൽ നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. മസാലയൊക്കെ നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട്. നല്ലതുപോലെ വെന്ത് റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ച ബീഫ് തട്ടി കൊടുക്കാം. അപ്പോൾ നമ്മൾ ബീഫ് നേരത്തെ വേവിച്ചതിൽ കുറച്ച് വെള്ളം ഇടും. നമ്മൾ വെള്ളമൊന്നും ഒഴിച്ചിട്ടില്ലെങ്കിലും ആ ബീഫിലുള്ള വെള്ളം ശരിക്കും ഇരുന്നിട്ട് അതിൽ വെള്ളം കുറച്ചുണ്ടായിരിക്കും. നമ്മൾ ബീഫ് വേവിക്കുമ്പോൾ വെള്ളം ഒഴിക്കേണ്ട കാര്യം നമ്മൾ വെള്ളം ഒഴിച്ചിട്ടില്ല. അപ്പോൾ ആ വെള്ളം ഒന്ന് വറ്റുന്നത് വരെ നമുക്ക് നല്ലതുപോലെ ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കുക. നന്നായി വേവിച്ച് കൊടുക്കുക. ബീഫ് ഇതുപോലെ നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഈ സമയത്ത് നമുക്ക് വെള്ളം പെട്ടെന്ന് വറ്റി കിട്ടാൻ വേണ്ടിയിട്ട് നമുക്കൊന്ന് ഫ്ലെയിം ഇത്തിരി കൂട്ടി വെക്കാം സ്റ്റൗവിൻ്റെ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് അതിൻ്റെ വെള്ളം വറ്റി കിട്ടും. അപ്പോൾ നമ്മുടെ ബീഫ് നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട്. വെള്ളമൊക്കെ വറ്റി നല്ല കുഴമ്പ് രൂപത്തിലായിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതിലേക്ക് ഇനി ഒരു 1/2 സ്പൂണ് കുരുമുളക് പൊടി കൂടി ചേർക്കുന്നുണ്ട്. അത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ എരിവ് നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. ഞാൻ ഒരു 1/2 സ്പൂണ് കുരുമുളക് പൊടി കൂടി ചേർത്തിട്ടുണ്ട്. ഒന്ന് ലാസ്റ്റ് ഘട്ടത്തിലാണ് നമ്മളിത് ചേർക്കേണ്ടത് കേട്ടോ. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മാത്രം. അപ്പോൾ നല്ല രീതിയിൽ ഒന്നും കൂടി ഇതുപോലെ വഴറ്റി കൊടുത്തിട്ട്, അപ്പോൾ ഡ്രൈ ആണ്, ഈ കുഴമ്പ് രൂപത്തിലുള്ള കറിയാണ് നമുക്ക് ടേസ്റ്റ് ഇതിൻ്റെ കൂടെ കഴിക്കാനും. അപ്പോൾ ഇനി നമുക്കിത് മാറ്റി ഒരു ബൗളിലേക്ക് മാറ്റാം.
അപ്പോൾ ബീഫ് റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഞാൻ ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ട്. എല്ലാവരും ഇതുപോലെ ഉണ്ടാക്കിയിട്ട് നോക്കുക. എന്നിട്ട് ടേസ്റ്റ് ഉണ്ടോ ഇല്ലേ, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ എന്നുള്ളത് കമൻ്റായിട്ട് രേഖപ്പെടുത്താം.